പതിവ് പോലെ ചെടികളോടൊക്കെ സല്ലപിച്ച് അവർക്കൊക്കെ വെള്ളമൊഴിച്ച് വന്നപ്പോൾ ഇന്നും ഇത്തിരി ലേറ്റാണ്. ഇത്തിരിയല്ല, കുറച്ചധികം ലേറ്റ് തന്നെയാണ് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ. നമ്മൾക്ക് ചെടികൾ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാകുന്ന കംപ്ലൈൻ്റാണ് അവർക്ക് കേട് വരുന്നു, പൂവ് പിടിക്കണില്ല, കായ പിടിക്കണില്ല, പൂവ് കൊഴിയണു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. നമ്മളെപ്പോഴെങ്കിലും ചെടികൾക്ക് വളങ്ങൾ കൊടുക്കണത് ഏത് സമയത്താണ്, ഏത് വളം, നൈട്രജൻ വളം എപ്പോൾ കൊടുക്കണം, പൊട്ടാസ്യം ഫോസ്ഫറസ് ഒക്കെ എപ്പോൾ കിട്ടണം എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാണോ നമ്മൾ ചെയ്യാറ്? ഒരു കൊച്ചുകുട്ടി വളർന്നു വരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ പോലെ, അതായത് ഒരു 4-5 മാസമാകുമ്പോൾ കമന്ന് കിടക്കണം, അതുപോലെ മുട്ടിലിഴയേണ്ട സമയം, നടക്കേണ്ട സമയം, അതൊക്കെ നമുക്ക് ഏകദേശം അറിയാം. അതുപോലെ തന്നെയാണ് ചെടികൾക്കും. അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ചെടികൾക്ക് വളങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ചെടികളിൽ ആ വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.